ഋഷിക്കുരിപ്പിയ നമഃ എറണാകുളത്തെ പാശരണം. നമ്മൾ ഭഗവാന്റെ അടുത്തൊരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ അത് തരാൻ റെഡി ആയിരിക്കും. പക്ഷേ ഭഗവാൻ തരണത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാണോ? അതിനെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോണത്. അപ്പോൾ 2 ഫ്രണ്ട്സ്, അതിൽ ഒരു ഫ്രണ്ട് വന്നിട്ട് പുറത്തു പോയി പഠിച്ച് കുറേ വലിയ കാശുകാരനൊക്കെ ആയിട്ട് സ്വന്തം ഗ്രാമത്തിലോട്ട് തിരിച്ചു വരികയാണ്. അവിടെ ചെറുപ്പം മുതൽക്കേ അവൻ്റെ ഫ്രണ്ടായിരിക്കുന്ന ആളുടെ അടുത്ത് അവൻ പറയാണ്, എടാ നിനക്ക് ഭയങ്കര ആഗ്രഹമല്ലേ ഫോറിനിലോട്ടൊക്കെ പോകണം, ട്രിപ്പൊക്കെ അടിക്കണമെന്ന്. നീ ഒരു കാര്യം ചെയ്തോ, നീ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തോ, ആ ട്രിപ്പ് എൻ്റെ വകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രാമവാസിയായ ഫ്രണ്ട് അദ്ദേഹം കാശൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. അങ്ങേർക്ക് ഭയങ്കര ആഗ്രഹമാണ് ദുബായ് പോയി കാണണമെന്ന്. ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഈ കാശുകാരനെ അറിയാം ഇതൊക്കെ, എന്നിട്ടാണ് പറയണത് ട്രിപ്പ് പ്ലാൻ ചെയ്തോന്ന്. ഈ ഗ്രാമവാസി എന്ത് ചെയ്യും? ട്രിപ്പ് പ്ലാൻ ചെയ്യും. പക്ഷെ ഹീ തിങ്സ് കാശ് തരാമെന്ന് പറഞ്ഞാലും നമ്മളത് മുതലെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊടൈക്കനാലിലോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും. അതറിഞ്ഞ് ഈ പൈസക്കാരൻ ഫ്രണ്ട് പറയും, കൊടൈക്കനാലൊന്നും വേണ്ടാടാ, നമുക്ക് ഫോറിനോട്ട് പോവാം. നിനക്കൊരു പാസ്പോർട്ടൊക്കെ എടുത്ത് നമുക്ക് ദുബായ്, ലണ്ടൻ, ന്യൂയോർക്കൊക്കെ പോയിട്ട് ഒരു 1-1.5 മാസം കഴിഞ്ഞ് ചുറ്റിക്കറങ്ങി കണ്ട് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അടുത്ത് ഫുൾ എക്സ്പെൻസ് ഞാൻ എടുത്തോളാമെന്ന്. നീ എന്തിനാ മടിക്കണേ? കുഴപ്പമില്ലടാ, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും ഈ ഗ്രാമവാസി ഫ്രണ്ട് വിട്ടുകൊടുക്കാണ്ട് പറയും, ഇല്ല നമുക്ക് കൊടൈക്കനാൽ പോയാൽ മതി. അവസാനം അവർ കൊടൈക്കനാലിലോട്ട് പോകും. കൊടൈക്കനാലിലോട്ട് പോയിട്ട് വന്നിട്ട് 2 പേർക്കും ഒരു തൃപ്തിയില്ല. ഈ പൈസക്കാരൻ ഫ്രണ്ടിന് ഭയങ്കര വിഷമം. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞല്ലേ നമുക്ക് ന്യൂയോർക്ക് വരെ പോയിട്ട് വരാമെന്ന്. എന്നിട്ട് അവന് എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ കൂടെ വന്നില്ലല്ലോ. മറ്റേ ആൾക്കാണെങ്കിലോ ദുബായിന് ജന്മത്തിൽ കാണാൻ കിട്ടുമോ, ഓപ്പർച്യൂണിറ്റി കൈവിട്ട് പോയോ എന്നുള്ളൊരു വിഷമം. ഇതേമാതിരിയല്ലേ നമ്മളിൽ പലരും. ഭഗവാന്റെ അടുത്ത് നമ്മൾ കുറേ കാര്യം പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചത് സഫലീകരിച്ച് വരുമ്പോൾ ആ ഒരു അബണ്ടൻസ് ഭഗവാൻ നമ്മളുടെ മീതെ കൃപയായിട്ട് ചൊരിയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അതിൽ 100-ൽ 2 പങ്ക് ആക്സെപ്റ്റ് ചെയ്തിട്ട് മതി എന്ന് വയ്ക്കുന്ന ആൾക്കാരായിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? ആലോചിക്കൂ, എഴുതിയിടൂ. ഋഷിക്കുരിപ്പിയ നമഃ എറണാകുളത്തെ പാശരണം.